നിറവിലേക്ക് സ്വാഗതം. നക്ഷത്രങ്ങൾ വർണ്ണം വിരിക്കുന്ന ആകാശത്തിനടിയിൽ എങ്ങും ക്രിസ്മസ് സംഗീതം പ്രതിധ്വനിക്കുന്ന ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നിറവും ആ ആഘോഷങ്ങളുടെ ഭാഗമാവുകയാണ്. നിയ ജോസ് ആലപിക്കുന്ന ഒരു ചെറുപൂ വിരിയുന്ന കാലം എന്ന ഗാനമാണ് ആദ്യം. ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം തെളിയുന്ന നേരം, ഉള്ളിലൊരാനന്ദം തിരതള്ളുന്നു, വിണ്ണിലൊരാഘോഷം തുടങ്ങുന്നു. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാളം
മനസാക്ഷിയുടെ സ്വരം അവഗണിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഷിജി ടീച്ചറിൻ്റെ ഈ ചിന്തകൾ നിങ്ങൾക്കുള്ളതാണ്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന സന്തോഷം നിറയ്ക്കുന്ന കുറേ പ്രതീകങ്ങളുണ്ട്. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ, അലങ്കൃതമായ ക്രിസ്മസ് ട്രീ, അങ്ങനെ കുറേ അധികം കൊച്ചു കൊച്ചു സന്തോഷമുള്ള കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നമ്മളിൽ പലരും അത്രയൊന്നും ചിന്തിക്കാറില്ല. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മിലേക്ക് തരുന്ന സന്ദേശം എന്താണ് എന്നൊന്നും ചിന്തിക്കാൻ നാം മിനക്കെടാറില്ല എന്നതാണ് വാസ്തവം. ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കഥാസന്ദർഭമുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ പ്രശസ്തനായ ചാൾസ് ഡിക്കൻസിൻ്റെ ക്രിസ്മസ് കാരൾ എന്ന് പറയുന്ന കഥയിലെ നോവലിലെ ഒരു രംഗമാണ്. സമയം ക്രിസ്മസ് തലേന്നാണ്. ക്രിസ്മസ് തലേന്ന് രാത്രി. അന്ന് ആ നോവലിലെ കഥാപാത്രമായ സ്ക്രൂജ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ലിവിങ് റൂമിൽ, സ്വീകരണ മുറിയിൽ ചാരു കസേരയിൽ വളരെ ആഘോഷത്തോടെ ഇരുന്ന് സൂപ്പ് കുടിക്കുകയാണ്. ചൂടുള്ള സൂപ്പ് ഊതി ഊതി കുടിക്കുകയാണ് സ്ക്രൂജ്. അപ്പോൾ കാറ്റിരമ്പുന്നത് പോലെ ഒരു ശബ്ദം കേട്ടുകൊണ്ട് സ്ക്രൂജ് എഴുന്നേറ്റ് നിന്ന് തൻ്റെ മുൻപിലുള്ള വാതിലടച്ച് സാക്ഷ്യയിടുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും ചാരുകസേരയിൽ വന്നിരുന്ന് കഴിഞ്ഞു നോക്കുമ്പോൾ ഈ വാതിലിൻ്റെ സാക്ഷ്യ താനെ ഉരുണ്ട് മാറുന്നു, നീങ്ങി മാറുന്നു. അദ്ദേഹം അത്ഭുതത്തോടെ നോക്കുമ്പോൾ ഇതാ വാതിൽ തുറക്കുന്നു. അവിടെ അദ്ദേഹം കാണുന്നത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. 7 വർഷം മുൻപ് മരിച്ചുപോയ തൻ്റെ ബിസിനസ് പങ്കാളിയായ മാർലി അതാ കൺമുൻപിൽ നിൽക്കുന്നു. ഇത് മാർലിയുടെ പ്രേതം തന്നെ. അപ്പോൾ പിന്നെ ഞെട്ടി വിറച്ചുകൊണ്ടാണ് സ്ക്രൂജ് അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് മുട്ടുകുത്തുന്നത്. മാർലിയെ നോക്കുമ്പോൾ സ്ക്രൂജ് ഞെട്ടാൻ മറ്റൊരു കാരണം കൂടെ. മാർലിയുടെ ദേഹം ആസകലം ചങ്ങലകളാൽ ബന്ധിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ സ്ക്രൂജ് പറഞ്ഞു, നീ എന്തിനാണ് എന്നെ പേടിപ്പിക്കാൻ വന്നിരിക്കുന്നത്? എൻ്റെ അടുത്ത് നിന്ന് കടന്നു പോകൂ. മാർലി പറഞ്ഞു, ഞാൻ നിന്നെ പേടിപ്പിക്കാനല്ല വന്നത്. ഞാൻ നിനക്ക് ഒരു ഉപദേശം തരാനാണ് വന്നത്. ഞാൻ നിനക്ക് ഒരു മുന്നൊരുക്കത്തിന് വേണ്ടിയിട്ടുള്ള ഉപദേശം തരാൻ വന്നതാണ്. നീ ഈ കാണുന്ന ചങ്ങലകളൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ എൻ്റെ ജീവിതകാലത്ത് തന്നെ സമ്പാദിച്ചതാണ്. ഇതിലെ ഓരോ കണ്ണിയും, ഈ എൻ്റെ ദേഹത്ത് കിടക്കുന്ന ചങ്ങലയുടെ ഓരോ കണ്ണിയും എൻ്റെ ജീവിതകാലത്ത് തന്നെ ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയതാണ്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആരെയും ശ്രദ്ധിച്ചിരുന്നില്ല, ചുറ്റുമുള്ളവരെ പരിഗണിച്ചിരുന്നില്ല. ബിസിനസ്സിലൂടെ എങ്ങനെ അധികമായി പണം സമ്പാദിക്കാം എന്നത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. നിസ്സഹായരായ ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു, അവരെ ഒന്നും ഞാൻ നോക്കിയിരുന്നില്ല. ഇത്രയും ആയപ്പോഴത്തേക്ക് സ്ക്രൂജ് ഞെട്ടിവിറച്ചു പറയുകയാണ്, എങ്കിൽ പിന്നെ നീ എന്നെ ഒന്ന് സഹായിക്കണം, നീ എന്നെ ഈ ഒരു അവസ്ഥയിൽ നിന്നും മാറ്റണം എന്ന് പറയുമ്പോൾ വീണ്ടും മാർലി പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല. നിനക്ക് ഈ ഒരു വാർണിംഗ് തരാൻ മാത്രമേ എനിക്ക് പറ്റുകയുള്ളൂ. നീ തന്നെയാണ് നിന്നെ സഹായിക്കേണ്ടത്. അല്ലെങ്കിൽ നിനക്കുള്ള സഹായം മറ്റൊരിടത്ത് നിന്നാണ്, വേറൊരിടത്ത് നിന്നുമാണ് വരേണ്ടത്. ഇത്രയും പറഞ്ഞിട്ട് മാർലി അപ്രത്യക്ഷമാവുകയാണ്. സ്ക്രൂജ് അവിടെ ഇരുന്ന് ഞെട്ടി വിറച്ചു പോവുകയാണ്. കാരണം സ്ക്രൂജ് ചിന്തിക്കുകയാണ്, അന്നത്തെ ആ ഒരു ദിവസത്തെ പറ്റി തന്നെയാണ് ചിന്ത. അതായത് ക്രിസ്മസ് തലേന്നായിരുന്നു അന്ന് രാവിലെ കുറേ അധികം കുട്ടികൾ ക്രിസ്മസ് കാരൽ പാടിക്കൊണ്ട് തൻ്റെ മുൻപിൽ വന്നു നിന്നു. അവരെ താൻ ശരിക്കും ആട്ടിപ്പായിക്കുകയായിരുന്നു. ഒരു ചില്ലി കാശ് പോലും കൊടുത്തില്ല എന്ന് തന്നെയല്ല, അവരോട് സന്തോഷമായിട്ടൊരു വാക്കുപോലും താൻ പറഞ്ഞില്ല. അല്പം കൂടെ കഴിഞ്ഞപ്പോൾ വന്നത് തന്നെ ക്രിസ്മസ് ഡിന്നറിന് വേണ്ടി ക്ഷണിക്കാൻ തൻ്റെ മരുമകനായിരുന്നു. അവനെയും താൻ അക്ഷരാർത്ഥത്തിൽ ഓടിച്ചു വിടുകയായിരുന്നു. കാരണം അവൻ തന്നിൽ നിന്നും പണം തട്ടിയെടുക്കാനാണോ വരുന്നത് എന്നായിരുന്നല്ലോ തൻ്റെ ചിന്ത. വീണ്ടും അദ്ദേഹം ചിന്തിച്ചു, കുറേ നേരം മുൻപ് ഒരു വൃദ്ധസദനത്തിലേക്ക് പണപ്പിരിവിനായി കുറേ ആളുകൾ വന്നിരുന്നു. അവർക്കും താനൊന്നും കൊടുത്തില്ല. ജോലി ചെയ്യാതെ മനുഷ്യരെ പറ്റിച്ച് നടക്കുന്ന കൂട്ടങ്ങൾ എന്ന് പറഞ്ഞായിരുന്നു അവരെ ആട്ടിപ്പായിച്ചത്. ഇങ്ങനെയാണെങ്കിൽ മാർലിയേക്കാൾ ഭീകരമായിരിക്കുമല്ലോ തൻ്റെ അവസ്ഥ. അതോർത്തിട്ട് സ്ക്രൂജിന് ഒരു തരവും വയ്യാതെയായി. എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മാറേണ്ടത്, ഇതറിയാത്ത ഒരവസ്ഥയിലായി സ്ക്രൂജ്. പ്രിയമുള്ളവരെ, ചാൾസ് ഡിക്കൻസിൻ്റെ കഥ അവിടെ നിൽക്കട്ടെ തൽക്കാലം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ആഘോഷങ്ങൾക്ക് ഒത്തിരിയേറെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അലങ്കാരങ്ങൾക്കും ബാഹ്യമോടികൾക്കും ഒത്തിരിയേറെ നാം പണം ചിലവാക്കുന്നുമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ യഥാർത്ഥമായ ഒരു സൗന്ദര്യത്തിലേക്ക്, സന്ദേശത്തിലേക്ക് നാം എത്തുന്നുണ്ടോ എന്നതാണ് ചിന്തിക്കേണ്ടത്.
ക്രിസ്മസ് നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത് അന്ന് രക്ഷകൻ പിറന്ന അന്ന് ആ പുൽക്കൂടിൻ്റെ മുകളിൽ ഉയർന്നു നിന്ന, ആകാശത്ത് ഉയർന്നു നിന്ന വെള്ളി വെളിച്ചം വിതറുന്ന ആ നക്ഷത്രമാണ്. ആ നക്ഷത്രത്തെ അല്ലേ നാം പിന്തുടരേണ്ടത്? ഈ കഥയിൽ മാർലി ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ പല രാത്രികളിലും അല്ലെ പല ക്രിസ്മസ് രാത്രികളിലും നക്ഷത്രം കണ്ടിരുന്നു, പക്ഷെ ആ നക്ഷത്രം കാണിച്ചു തരുന്ന വഴിയിലേക്ക് പോകാൻ ഞാൻ മിനക്കെട്ടിരുന്നില്ല. ആ വഴിയിലേ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നിസ്സഹായരായ ആളുകളുടെ അടുത്ത് എത്തിച്ചേരാൻ സാധിക്കുമായിരുന്നു. ഞാൻ മനഃപൂർവ്വം നക്ഷത്രം കാണിച്ചു തരുന്ന വഴിയിലേക്ക് നോക്കിയത് പോലുമില്ല. മാർലിയുടെ ആ വാചകവും നാം ഓർക്കണം. ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് നോക്കിക്കേ. ക്രിസ്മസിന് ഉയർന്നു നിൽക്കുന്ന ആ വെള്ളി വെളിച്ചം വിതറുന്ന നക്ഷത്രത്തിൻ്റെ വഴിയിലേക്ക് നാം ഇടയ്ക്കെങ്കിലും ഒക്കെ ഒന്ന് കടന്നു ചെല്ലണ്ടേ? ആ പ്രകാശം നാം ഒന്ന് പിൻചെല്ലുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എത്രയേറെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കണം. ഒരുപക്ഷെ ആ നക്ഷത്രം നമ്മെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിനകത്ത് തന്നെ, നമ്മുടെ കുടുംബാംഗങ്ങളുടെ അടുത്തേക്കായിരിക്കും. കാരണം നമ്മുടെ സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. ഒരുപക്ഷെ അത് നമ്മുടെ വൃദ്ധരായ മാതാപിതാക്കളായിരിക്കും. തിരക്കിൻ്റെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ചില അസൗകര്യങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് നമ്മൾ വൃദ്ധരായ മാതാപിതാക്കൾക്ക് അവർ അർഹിക്കുന്ന കരുതലും പരിഗണനയും ചെയ്യാതെ പോയിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിത പങ്കാളിയുടെ അടുത്തേക്കാവാം ആ നക്ഷത്രം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ജീവിത പങ്കാളി നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്നേഹമോ അല്ലെങ്കിൽ അംഗീകാരമോ നാം കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടാവാം. അതുമല്ലെങ്കിൽ നമ്മളുടെ വാത്സല്യം ആഗ്രഹിക്കുന്ന മക്കളുടെ അടുത്തേക്കായിരിക്കാം ആ നക്ഷത്രം നമ്മെ നയിക്കുക. മക്കൾക്ക് കൊടുക്കാനുള്ള സമയവും വാത്സല്യവും കരുതലും ഒക്കെ നാം കൊടുത്തിട്ടുണ്ടോ എന്നായിരിക്കാം, എന്ന ഒരു ആത്മശോധനയിലേക്കായിരിക്കാം ഒരുപക്ഷെ നക്ഷത്രം നമ്മെ നയിക്കുന്നത്. ഇനി കുടുംബത്തിനകത്തു നിന്നും പുറത്തേക്കൊന്ന് കടന്ന് ചിന്തിച്ചാലും നക്ഷത്രത്തെ നോക്കിയൊന്ന് നടന്നാൽ ചിലപ്പോൾ ആ നക്ഷത്രം ചെന്നെത്തിക്കുന്നത് നമ്മെ നമ്മുടെ സഹതാപവും പരിഗണനയും സമ്പത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സഹായമോ ഒക്കെ ആഗ്രഹിക്കുന്ന സഹജീവികളുടെ അടുത്തേക്കായിരിക്കാം. നമ്മൾ അവരെ മനഃപൂർവ്വം കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ചടങ്ങിന് വേണ്ടി നാം ചില സഹായങ്ങളൊക്കെ ഇട്ടെറിഞ്ഞു കൊടുക്കാറുണ്ട്. അതുമാത്രമാണോ ചെയ്യേണ്ടത്? ദുരിതം അനുഭവിക്കുന്നവരുടെ അല്ലെങ്കിൽ വേദന അനുഭവിക്കുന്നവരുടെ സ്ഥാനത്ത് നമ്മെ തന്നെ പ്രതിഷ്ഠിച്ച് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ചിന്തകളിലേക്കായിരിക്കാം ഒരുപക്ഷെ നക്ഷത്രം നമ്മെ കൊണ്ടെത്തിക്കുന്നത്. ഇനിയുമുണ്ട്. ഈ ക്രിസ്മസ് നക്ഷത്രത്തിൻ്റെ വെള്ളി വെളിച്ചത്തെ ഒന്ന് നാം പിന്തുടർന്ന് ചെന്നാൽ ആ നമ്മുടെ യാത്ര അവസാനിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷിയുടെ ഉള്ളിലേക്കായിരിക്കാം. മനസാക്ഷിക്ക് വിരുദ്ധമായി നാം എന്തെല്ലാം ചെയ്ത് കാണിക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെല്ലാം ചെയ്തു കൂട്ടാറുണ്ട്. പലപ്പോഴും മനസാക്ഷി നമ്മെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കണ്ടില്ല അല്ലെങ്കിൽ കേട്ടില്ല എന്ന മട്ടിൽ മുൻപോട്ട് പോകാനല്ലേ നമുക്ക് താല്പര്യം. മനസാക്ഷിയുടെ സ്വരം ശ്രവിക്കാൻ നാം മനഃപൂർവ്വമായി ശ്രമിക്കാറുണ്ടോ? മനസാക്ഷിയുടെ സ്വരത്തെക്കുറിച്ച് മനസാക്ഷി എന്നോട് അങ്ങനെയൊന്നും പറയാറില്ല എന്ന് വളരെ നിസ്സാരമായി പറയുന്ന ധാരാളം പേരുമുണ്ട്. എന്താണ് ഈ മനസാക്ഷിയുടെ സ്വരം എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഒരിക്കൽ മൈക്കൽ ആഞ്ചലോ ഈ റോമിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ചുവർ ചിത്രം ഒരുക്കിയ കഥയുണ്ട്. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് തറയിൽ നിന്ന് 80 അടി ഉയരത്തിൽ നിന്ന് ഈ ചുവർ ചിത്രം തയ്യാറാക്കുമ്പോൾ കാഴ്ചക്കാർ പലരും ചോദിച്ചു, ചിത്രം ഇത്രയും ഉയരത്തിലാണ്, 80 അടി ഉയരത്തിലാണ്, അതിൽ ചില കേടുപാടുകൾ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുകൾ വന്നാൽ ആര് കാണാനാണ്? താഴെ നിന്ന് നോക്കുന്ന ആർക്കും അത് മനസ്സിലാവില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്രയേറെ ഉയരത്തിൽ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ച് നിങ്ങളുടെ കഴുത്ത് വേദനിച്ച് ഇത്രയേറെ സങ്കീർണമായ വരകളിലേക്ക് ശ്രദ്ധിക്കുന്നത്? ചോദിച്ചയാളോട് മൈക്കൽ ആഞ്ചലോ പറഞ്ഞത്രേ, കാഴ്ചക്കാർ അതിലെ കേടുപാടുകൾ കണ്ടെത്തിയെന്ന് വരില്ല, പക്ഷേ എനിക്കറിയാമല്ലോ, എൻ്റെ മനസാക്ഷിക്കറിയാമല്ലോ, എൻ്റെ ദൈവത്തിനറിയാമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ആരെയാണ് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് നമ്മൾ നമ്മളോടും ചോദിക്കേണ്ടത്. നമ്മുടെ അകവും പുറവും ആഴവും പരപ്പും എല്ലാം അറിയാവുന്ന ദൈവത്തെയാണോ നമ്മൾ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ പിന്നെ മനസാക്ഷി പറയുന്ന ചില
കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക തന്നെ വേണ്ടേ? ചില കാര്യങ്ങൾ അരുത് എന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കണ്ടേ? മനസാക്ഷിയുടെ സ്വരത്തെ അവഗണിക്കാതിരിക്കാനായിരിക്കട്ടെ നമ്മുടെ ശ്രമം. അങ്ങനെ നോക്കുമ്പോൾ ക്രിസ്മസിൻ്റെ നക്ഷത്രം അല്ലെങ്കിൽ അതിൻ്റെ വെള്ളി വെളിച്ചം നമ്മെ കൊണ്ടെത്തിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് മനഃപൂർവ്വമായി ചെന്നെത്താൻ നാം ശ്രമിക്കണം. അതിനുവേണ്ടി കണ്ണുയർത്തി നക്ഷത്രത്തെ നോക്കുകയും വേണം. നക്ഷത്രത്തെ കാണാതെ അല്ലെങ്കിൽ കണ്ണുയർത്താനുള്ള മനസ്സില്ലാതെ ഒരിക്കലും നക്ഷത്രം കാണിച്ചു തരുന്ന വഴിയെ നമുക്ക് പോകാൻ സാധിച്ചെന്ന് വരില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ സഹജീവികൾക്ക് വേണ്ടി അവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള സഹായവും പരിഗണനയും ഒക്കെ നൽകുമ്പോഴല്ലേ ഈ ക്രിസ്മസ് താരകത്തിൻ്റെ വെളിച്ചം നമ്മിലേക്കും പ്രകാശിതമാവുകയുള്ളൂ. ഇതല്ലേ യഥാർത്ഥ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ക്രിസ്മസ് ട്രീ ഒരുക്കാറുണ്ട്. ക്രിസ്മസ് ട്രീ മാർക്കറ്റിലുള്ളതിൽ ഏറ്റവും പുതിയതിനെ നമ്മൾ വാങ്ങിച്ച് സെറ്റ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അതിലേക്ക് അലങ്കരിക്കുന്ന സാധനങ്ങൾ ഏറ്റവും വിലപിടിപ്പുള്ളതും വർണ്ണശബളവുമായത് തന്നെ തിരഞ്ഞെടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ട് അതിൻ്റെ ചുറ്റുപാടും കുടുംബത്തിലുള്ളവരെല്ലാവരും ചേർന്ന് സ്നേഹത്തിൻ്റെ നൂലിഴകളാൽ ബന്ധിക്കപ്പെട്ട് ഇരുന്നില്ലെങ്കിൽ പിന്നെ എന്തർത്ഥമാണ് ആ ക്രിസ്മസ് ട്രീക്കുള്ളത്? പ്രിയമുള്ളവരെ, ഇതല്ലേ യഥാർത്ഥ ക്രിസ്മസ്? അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ നൽകുന്ന ആ സ്നേഹത്തിൻ്റെ ബന്ധനത്താൽ നമ്മൾ ബന്ധിക്കപ്പെടുമ്പോഴും ചേർന്നിരിക്കുമ്പോഴുമല്ലേ യഥാർത്ഥ ക്രിസ്മസിൻ്റെ സന്ദേശം നമ്മിലേക്ക് കൈവരികയുള്ളൂ. ഇതിനും പുറമെ ക്രിസ്മസിൻ്റെ അന്ന് രക്ഷകനെ കാണാനെത്തിയ, ഉണ്ണിയേശുവിനെ കാണാനെത്തിയ 3 വിജ്ഞാനികളെക്കുറിച്ച് നാം ഒന്ന് ചിന്തിക്കണം. ഏറെ കഷ്ടതകൾ സഹിച്ചാണ് അവർ രക്ഷകനെ കാണാനെത്തിയത്. അവരുടെ മാർഗത്തെ തടസ്സപ്പെടുത്താൻ അല്ലെങ്കിൽ അവരുടെ വരവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ധാരാളം പേരുണ്ടായിരുന്നു, നമുക്ക് തന്നെ അറിയാം. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ച് അദമ്യമായ ആഗ്രഹമായിരുന്നു അവരുടെ ഉള്ളിൽ. രക്ഷകനെ കാണണം, ഉണ്ണിയെ കണ്ടു വണങ്ങണം, സമ്മാനങ്ങൾ നൽകണം. അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ചെത്തി അതവർ നേടിയെടുക്കുക തന്നെ ചെയ്തു. അപ്പോൾ നമ്മുടെ ഉള്ളിലും ഉണ്ണിയെ കാണാനുള്ള അദമ്യമായ ആഗ്രഹം വേണ്ടേ? തടസ്സങ്ങളും പ്രലോഭനങ്ങളും ഒത്തിരിയേറെ ഉണ്ടായേക്കാം. അതിനെയൊക്കെ അതിജീവിക്കുന്ന ആഗ്രഹം ഉണ്ണീശോയുടെ അടുത്തെത്താൻ നമുക്കുണ്ടാവണം. ഇതല്ലേ യഥാർത്ഥ ക്രിസ്മസിൻ്റെ സന്ദേശം? ഇനിയുമുണ്ട്. രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന വാർത്ത അറിയുന്നത് മലമടക്കുകളിൽ എവിടെയോ ഉറങ്ങിക്കിടന്ന പാവം ആട്ടിടയന്മാരാണ്. പകലന്തിയോളം തങ്ങളുടെ ജോലി ചെയ്തതിനു ശേഷം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തങ്ങളുടെ ജോലിയാണ് തങ്ങളുടെ ആരാധന എന്ന് വിശ്വസിച്ച് കിടന്നുറങ്ങുന്ന അവരുടെ തലയ്ക്ക് മുകളിലാണ് വെള്ളി വെളിച്ചവും മാലാഖമാരുടെ പാട്ടും അശരീരിയും ഒക്കെ ഉയർന്നു വന്നത്. അപ്പോൾ തങ്ങളുടെ ഉറക്കത്തിന് ശല്യമാണെന്ന് കരുതി ആ ശബ്ദമുണ്ടാക്കുന്നവരെയൊക്കെ പ്രാഗിയിട്ട് വീണ്ടും പുതപ്പെടുത്ത് മൂടി കിടക്കാനല്ല അവർ ശ്രമിച്ചത്. അശരീരി കേട്ട ഉടനെ തന്നെ എഴുന്നേൽക്കാനും അതെന്താണെന്ന് ശ്രദ്ധിക്കാനും അതിനനുസരിച്ച് മുൻപോട്ട് നീങ്ങാനുമാണ് ആ എളിമയുള്ള മനസ്സുകൾ ശ്രമിച്ചത്. അതുകൊണ്ട് അവർക്ക് രക്ഷകന്റെ അടുത്ത് എത്താനായി. അതായത് എളിമയുള്ള മനസ്സും ദൈവം വിളിക്കുമ്പോൾ പ്രതികരിക്കാനുള്ള മനസ്സും നമുക്കും ഉണ്ടാവേണ്ടേ? ചിലപ്പോഴെങ്കിലും ഒക്കെ ദൈവത്തിൻ്റെ വിളിയുടെ മുൻപിൽ നാം നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകളെ കാണിക്കാറില്ലേ? അല്ലെങ്കിൽ നമ്മുടെ സുഖകരമായ അന്തരീക്ഷത്തെ വിട്ടുപേക്ഷിക്കാനുള്ള ഒരു മനസ്സ് കേട് നമുക്ക് ഇടയ്ക്കെങ്കിലും ഒക്കെ ഉണ്ടാകാറില്ലേ? അപ്പോൾ അതിനെയൊക്കെ അതിജീവിച്ച് ദൈവം വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശോയുടെ വിളി ശ്രവിച്ച് ഓടിയെത്താനുള്ള എളിമയുള്ള മനസ്സിൻ്റെ ഉടമകളാകണം നാം, ആട്ടിടയന്മാരെ പോലെ. അതല്ലേ യഥാർത്ഥ ക്രിസ്മസിൻ്റെ സന്ദേശം. അവസാനമായി പ്രിയമുള്ളവരെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ എന്തുമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന രാത്രിയുടെ ഇരുട്ട് എത്ര കനത്തതുമായിക്കോട്ടെ, അല്ലെങ്കിൽ വീശിയടിക്കുന്ന കാറ്റിൻ്റെ തണുപ്പ് എത്ര കാഠിന്യമുള്ളതുമായിക്കോട്ടെ, പക്ഷേ നമുക്കായി രക്ഷകൻ പിറന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നിന്നൊക്കെ നമ്മെ കരകയറ്റാൻ, നമ്മെ പിടിച്ചുയർത്താൻ നമുക്കായി രക്ഷകൻ പിറന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസം, അതല്ലേ യഥാർത്ഥ ക്രിസ്മസിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ക്രൂജിൻ്റെ കഥയിലേക്ക്, അതായത് ക്രിസ്മസ് കാരൾ എന്ന് പറയുന്ന കഥയിലേക്ക് തിരികെ വന്നാൽ, മാർലിയുടെ പ്രേതം അപ്രത്യക്ഷമായതോടെ സ്ക്രൂജിന് വല്ലാത്ത ഒരു മാനസാന്തരമാണ് സംഭവിച്ചത്. അയാൾ തീരുമാനിക്കുകയാണ്, ഇനി മുതൽ ഞാൻ ആരെയും വഞ്ചിച്ച് പണമുണ്ടാക്കില്ല, പാവങ്ങളെ ഞാൻ സഹായിക്കും,
എൻ്റെ പരിഗണന അർഹിക്കുന്നവരെ ഞാൻ കണ്ണു തുറന്ന് കാണും, അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇനി എൻ്റെ ജീവിതം. അങ്ങനെ ഒരു യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് തിരിയുന്ന സ്ക്രൂജിനെയാണ് നാം ആ കഥയിൽ കാണുക. യഥാർത്ഥ ശാന്തിയും സമാധാനവും സന്തോഷവും ക്രിസ്മസ് നക്ഷത്രം അല്ലെങ്കിൽ നക്ഷത്രം നമ്മിലേക്ക് ചൊരിയുന്ന വെളിച്ചം, അതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനാവട്ടെ. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ. ക്രിസ്മസ് സ്റ്റോറിയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. ക്രിസ്മസ് ലോകത്തെ ഏറ്റവും സുന്ദരമാക്കുന്ന ഒരാഘോഷം. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്തൊക്കെയാണ് ഓടി വരുന്നത്? സുന്ദരമായ പുൽക്കൂടും അതിലെ സുന്ദരനുണ്ണിയും, ക്രിസ്മസ് ട്രീയും സാന്താക്ലോസും, പിന്നെ വർണ്ണശബളമായ സമ്മാനപ്പൊതികളും. ക്രിസ്തുമസിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയുക സമ്മാനപ്പൊതികളെക്കുറിച്ചായിരിക്കും. അവർക്ക് ലഭിക്കുന്ന വർണ്ണശബളമായ സമ്മാനപ്പൊതികളെക്കുറിച്ച്. ക്രിസ്തുവും ഒരു സമ്മാനമാണല്ലോ. സ്വർഗം ഭൂമിക്ക് നൽകിയ ഏറ്റവും വിലയേറിയ പ്രിയങ്കരമായ ഒരു സമ്മാനം. സമ്മാനങ്ങൾ പലതിൻ്റെയും പ്രതീകമാണ്. സ്നേഹത്തിൻ്റെ, ആദരവിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും പ്രതീകമായിരുന്നു ക്രിസ്തു എന്ന സമ്മാനം. അനുരഞ്ജനത്തിൻ്റെ പ്രതീകമായി രാഷ്ട്രത്തലവന്മാരും രാജാക്കന്മാരുമൊക്കെ പരസ്പര സന്ദർശന വേളകളിൽ സമ്മാനങ്ങൾ കൈമാറുന്നത് ചരിത്രത്തിൻ്റെയും കഥകളുടെയും ഒക്കെ താളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ദൈവപിതാവ് ഭൂമിയുമായുള്ള അനുരഞ്ജനത്തിൻ്റെ പ്രതീകമായി നൽകിയ സമ്മാനമാണ് ക്രിസ്തുവെങ്കിൽ
അവൻ്റെ ജന്മദിനത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ സമ്മാനവും അനുരഞ്ജനം തന്നെയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന അനുരഞ്ജനവും ക്ഷമയും തടവറയിൽ നിന്ന് മോചിപ്പിക്കുന്ന പുണ്യപ്രവൃത്തിയാണ്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അവഗണനയുടെയും നിരാകരണത്തിൻ്റെയും ഒക്കെ അഴികൾക്കുള്ളിൽ നിന്ന് നമ്മുടെ തന്നെയും മറ്റുള്ളവരുടെയും മനസ്സുകളെ മോചിപ്പിക്കുന്ന, സ്വതന്ത്രമാക്കുന്ന പുണ്യപ്രവൃത്തി. വേദനിക്കുന്ന, നീറുന്ന ഓർമ്മകളുടെ മുറിവുകളിൽ സൗഖ്യത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ ഔഷധം പുരട്ടുന്ന പുണ്യപ്രവൃത്തി. അങ്ങനെയെങ്കിൽ ക്രിസ്തുമസിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ സമ്മാനം എന്താണ്? അത് ചേർത്ത് പിടിക്കലാണ്. നമ്മൾ അവഗണിച്ചവരെ, അകലെയെങ്ങോ മാറ്റി നിർത്തിയിരിക്കുന്നവരെ, നമ്മുടെ വാക്കിൻ്റെ മുനകൾ കൊണ്ട് മുറിവേറ്റ് ഇറങ്ങിപ്പോയവരെ, നമ്മൾ ഇറക്കി വിട്ടവരെ ഒക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കലാണ് ക്രിസ്തുമസിന് നൽകാവുന്ന ഏറ്റവും അമൂല്യമായ സമ്മാനം. ആഘോഷങ്ങൾ തുടങ്ങട്ടെ, ആരവങ്ങൾ ഉയരട്ടെ. ക്രിസ്മസിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ചെറുപൂ വിരിയുന്ന കാലം, ഒരു തിരിനാൾ